ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെറൈറ്റിയായി മസാലയൊക്കെ ഇട്ടിട്ടൊരു ചായ ഉണ്ടാക്കി നോക്കിയാലോ. അതിനു വേണ്ടി 500 പാൽ, ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. പാല് സിമ്മിലിട്ട് നമുക്ക് ചൂടാക്കാൻ വെക്കാം. ഇഞ്ചിയാണ് ഇനി നമുക്ക് വേണ്ടത്. ഇഞ്ചി 4-5 പീസ് എടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ ചതച്ചിട്ട് നമുക്കിത് പാലിലോട്ട് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കറുകാപ്പട്ടേന്. ഒരു പീസ് കറുകാപ്പട്ട എടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഏലക്കായാണ് വേണ്ടത്. 3 ഏലക്കായ എടുത്ത് അതിൻ്റെ ജസ്റ്റ് ആ തൊലി ഒന്ന് പൊളിച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചതക്കണമൊന്നുമില്ല, ജസ്റ്റ് ഇതിൻ്റെ തൊലി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കി അതിലോട്ട് പാലിലോട്ട് ചേർക്കുകയാണ്. നമുക്കിതിലോട്ട് വേണ്ടത് ഗ്രാമ്പുവാണ്. ഗ്രാമ്പു ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്, അതും നമുക്ക് ഈ പാലിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് ചായപ്പൊടിയാണ്. ചായപ്പൊടി ഡോസിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇവിടെ 1.5 ടീസ്പൂണാണ് ഞാൻ ഇപ്പോൾ ഇതിലിട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാതും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മസാലകളൊക്കെ ചേരാൻ വേണ്ടിയിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാലിങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട്, അതിൻ്റെ ഒരു പത വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ചായപ്പൊടി അതിലിങ്ങനെ മിക്സായിട്ട് ആ കളറ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ചായൻ്റെ ആ നിറമൊക്കെ മാറി. ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം നമുക്കിതിലോട്ട്. ഇനി നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഒന്ന് പാലിയും. ഈ സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് പെട്ടെന്ന് പൊങ്ങി മുകളിലോട്ട് പോവും. ഇതാ പാല് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് തിളച്ച് പൊങ്ങിയാൽ മതി പാല്. അപ്പോഴേക്കും ഗ്യാസ് ഓഫാക്കണം, അല്ലെങ്കിൽ മസാലേൻ്റെ ഒരു കുത്തുണ്ടാവും. അധികം ചായ തിളക്കാൻ പാടില്ല. ഇനി നമുക്കിതിനൊന്ന് ഒരു അരിപ്പിലൂടെ ഒരു കപ്പിലേക്ക് നമുക്കിത് അരിച്ചെടുക്കാം. മസാല ചായ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്യുക.